മച്ചി പശു. ഞങ്ങളുടെ നാട്ടിലേക്കൊക്കെ മച്ചി എന്ന് പറയല് പ്രസവിക്കാത്ത ആൾക്കാർക്കാണ്. എടി, ഒരു സ്ത്രീയായാൽ അറ്റ്ലീസ്റ്റ് ഒരു കുഞ്ഞിനെങ്കിലും ജന്മം കൊടുക്കാൻ പറ്റണം. നിന്നെ ദൈവം ഒരു കുഞ്ഞിനെ ജന്മം നൽകാൻ സമ്മതിക്കാതെ ക്യാൻസർ തന്ന് ശിക്ഷിച്ചിട്ട്. സ്ത്രീ തന്നെയാണ് ഏറ്റവും വലിയൊരു സ്ത്രീയുടെ ശത്രു എന്ന് പറയുന്നുണ്ടല്ലോ. അത് എത്ര വലുതാണെങ്കിലും അത് ഉറപ്പാണ്. ഇങ്ങനത്തെ പെണ്ണുങ്ങൾ ഉണ്ടാവാൻ സാധ്യത കുറവ്. അതും ഈ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഒരു മാതൃത്വം അല്ലെങ്കിൽ ഒരു മാതാവാകുക എന്ന് പറഞ്ഞൊരു അമ്മയാകുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഏറ്റവും വലിയൊരു വരമായിട്ട് തന്നെ കണക്കൂടേണ്ട കാര്യമാണ്. അതില്ലാത്തവരെ കളിയാക്കുന്നതല്ല. അധികം നേരമൊന്നും വേണ്ട. കിട്ടിയത് തിരിച്ചെടുത്തുകൊണ്ട് പോകാൻ അധികം സമയമൊന്നുമില്ല. ഒരു കണ്ണടിച്ച് തുറക്കുന്ന സമയം മതി. കിട്ടിയതൊക്കെ തിരിച്ചെടുത്തുകൊണ്ട് പോകാൻ അഹങ്കരിക്കരുത് ഒരിക്കലും. 10 മാസം ഞാൻ ചുമന്നുകൊണ്ട് ഞാൻ അങ്ങോട്ട് പ്രസവിച്ചു, അല്ലെങ്കിൽ ഞാൻ ഇത്ര 2 മക്കളെ പെറ്റു, അല്ലെങ്കിൽ 2 മക്കളെ ഞാൻ ഇതാക്കിയെന്ന് പറഞ്ഞാൽ ഒരു മാതാവൊന്നും ആവില്ല. അതിനും കുറച്ച് ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ദൈവം ഈ പറഞ്ഞ പോലെ നമ്മളൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുമ്പോൾ ചില പ്രൊഡക്റ്റുകൾക്ക് മാനുഫാക്ചറിങ് ഡിഫക്റ്റ് വരും. അത് ചില ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെ മാനുഫാക്ചറിങ് ഡിഫക്റ്റ് വന്നിട്ടായിരിക്കും ഒരു പക്ഷേ നിങ്ങൾക്കിത് കിട്ടിയത്. എനിക്ക് തോന്നുന്നു അത് തന്നെയായിരിക്കും കാരണം, നിങ്ങൾക്കത് കിട്ടാനുള്ള കാരണം. അല്ലെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾക്കത് കിട്ടാൻ യോഗ്യതയല്ല. നിങ്ങൾ ഈ ഒരു ഡയലോഗ് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു യോഗ്യതയില്ല. നിങ്ങളുടെ മക്കളെ പോലും നിങ്ങൾ സോഷ്യൽ മീഡിയയുടെ മുന്നിൽ നിങ്ങൾക്ക് എത്രത്തോളം വിലയുണ്ട് എന്നുള്ളതിന് ഏറ്റവും വലിയ കാര്യം. നിങ്ങളുടെ മക്കളെ പോലും ഇത്രയും വർഷമായിട്ട് നിങ്ങൾ ഫേസ് കാണിച്ച് വീഡിയോ ചെയ്യാത്തതിന്റെ കാരണം എന്ന് പറയും. ഒന്ന് മക്കൾക്ക് ഉണ്ടാവൂട്ടോ, ഏത് മറ്റുള്ള സ്ഥലങ്ങളിൽ മക്കൾ പഠിക്കുന്നതും പോകുന്നല്ലേ ഇതിൻ്റെയാണ് എൻ്റെ അമ്മയാണ് എന്നുള്ളത് പറയുമ്പോൾ ചിലപ്പോൾ അംഗീകരിക്കാൻ പറ്റിയെന്ന് പറഞ്ഞാൽ മോശക്കേടുണ്ടാവും. നിങ്ങൾക്കത് നല്ലപോലെ അറിയാം ഞാൻ ചെയ്യുന്നത് തറവേലയാണെന്നും തറവാട്ടി പുറത്താണെന്നും എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് നല്ലപോലെ വ്യക്തമായിട്ടുള്ള ബോധമുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ റിവീൽ ചെയ്ത്. അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ എത്ര ആൾക്കാർ വീഡിയോ ചെയ്യുന്നവരുണ്ട്, എത്ര ആൾക്കാരുണ്ട്, ഇതുപോലെ മോശപ്പെട്ട വർത്താനം പറയുന്ന അല്ലാതെയും 4 ആളുടെ മുന്നിൽ അറിയപ്പെടാൻ വേണ്ടി കോമാളിത്തരം കാണിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവരെല്ലാവരും അവർ ഫാമിലി ആണെങ്കിൽ എല്ലാവരും റിവീൽ ചെയ്യുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിക്കും മുഖം പുറത്ത് വരാറുണ്ട്. അവരുടെ കൂടെ ഇരുന്നാണെങ്കിൽ സന്തോഷിക്കുന്നത്, സങ്കടപ്പെടുന്നത്, എല്ലാ കാര്യങ്ങളും. എന്തുകൊണ്ട് നിങ്ങൾ സങ്കടപ്പെടുമ്പോഴും സന്തോഷിക്കുന്നു? നിങ്ങൾ കാണിക്കുന്ന മൊത്തം കോമാളിത്തരാണെന്നേ, ഫുള്ള് കോമാളിത്തരാ. എങ്ങനെയും എനിക്ക് പച്ച പിടിച്ച് കയറിപ്പോണം. എങ്ങനെയും കുറേ നാൾ മതത്തിന്റെ പേരിൽ പോയി, കുറേ നാൾ ക്ഷേത്രങ്ങളുടെ പിന്നാലെ പോയി, കുറേ നാൾ കേസിന്റെ പിന്നാലെ പോയി. കോമാളി, പക്ക കോമാളി. അതായത് ദൈവം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് ആ കുട്ടികളുടെ അതിലൂടെ നിങ്ങളില്ല കഷ്ടപ്പെടും. നിങ്ങൾ ഇന്ന് ഈ പറഞ്ഞതിനുണ്ടല്ലോ 100 ഇരട്ടിയായിട്ട് നിങ്ങളുണ്ടല്ല തറയിൽ വീഴും. ഞാൻ ഉറപ്പ് പറയാം. കർമ്മ എന്നുള്ളൊരു സാധനം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ കിട്ടിയിരിക്കും.